പ്രശാന്തസുന്ദരമായ ഗ്രാമാന്തരീക്ഷത്തിൽ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന 150 കിടക്ക സൗകര്യങ്ങളോട് കൂടിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയ പത്മാവതി മെഡിക്കൽ ഫൗണ്ടേഷൻ ആരോഗ്യ പരിരക്ഷാ രംഗത്ത് 10 വർഷങ്ങൾ പിന്നിടുകയാണ്. ആരംഭിച്ച ഈ ഹോസ്പിറ്റലിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു. ഹൃദയ ശസ്ത്രക്രിയാ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ച സമ്പൂർണ്ണ ധമനീകൃത ശസ്ത്രക്രിയയിൽ കൂടി പ്രശസ്തനായ ഡോക്ടർ സുമിത്രന്റെ നേതൃത്വത്തിലുള്ള പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സേവനം ഈ ഹോസ്പിറ്റലിന്റെ പ്രത്യേകതയാണ്. ബൈപ്പാസ് സർജറി പണ്ട് കാലങ്ങളിൽ കാലയിലെ ഞരമ്പ് ഉപയോഗിച്ചാണ് റിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഞരമ്പുകൾ ഒരു 5 വർഷമാകുമ്പോഴത്തേക്ക് ഡാമേജ് ആയി പോവുകയും പിന്നീട് അതേ ബുദ്ധിമുട്ടുകൾ പിന്നെ വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മറ്റൊരു ഐഡിയൽ ഒരു ഞരമ്പിനെ അന്വേഷിച്ച് നടന്ന് അവസാനം ഏറ്റവും കിട്ടിയെന്ന് പറയുക ഏറ്റവും ഉത്തമമായ രക്തക്കുഴലുകൾ, ഇത് റിപ്പയർ ചെയ്യാനുള്ള രക്തക്കുഴലുകൾ നെഞ്ചിനടിയിൽ തന്നെ ഇരിപ്പുണ്ടെന്നും അത് ബൈലാറ്ററൽ ഇൻറ്റേർണൽ മാമറി ആർട്ടറീസാണ്. അപ്പം ആ 2 ഇൻറ്റേർണൽ മാമറി ആർട്ടറീസ് ധമനികൾ ഉപയോഗിച്ചുള്ള ബൈപ്പാസ് സർജറിയാണ് സമ്പൂർണ്ണ ധമനി ശസ്ത്രക്രിയ. അപ്പോൾ അതിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആയുർദൈർഘ്യം കൂടും എന്ന് പറഞ്ഞാൽ ഈ വെയിനെ കൂട്ട് നേരത്തെ ഡാമേജ് ആയി പോകത്തില്ല, ഇത് ഒരുപാട് കാലം നിലനിൽക്കും. അപ്പോൾ ഒരുപാട് ജീവിത ദൈർഘ്യം വരും, കോംപ്ലിക്കേഷൻസ് വളരെ കുറവാണ്. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതിൻ്റെ തൊട്ട് വിൽ ഇറ്റ് ഷട്ട് ഇറ്റ് ആൻഡ് ഫർഗെറ്റ് അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നീറ്റായി കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കുകയേ വേണ്ട, ആ ഒരു രീതിയിലേക്കാണ് ഓപ്പറേഷൻ പോകുന്നത്. അതാണ് ടാർ എന്ന് പറയുന്ന ടോട്ടൽ ആർട്ടീരിയൽ റിവാസ്കുലറൈസേഷൻ എന്ന് പറയുന്ന ഈ ധമനീകൃത ശസ്ത്രക്രിയ. ക്വാളിഫൈഡ് ആൻഡ് ഡെഡിക്കേറ്റഡ് ഡോക്ടേഴ്സ്, നഴ്സിംഗ് സ്റ്റാഫ്, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് എല്ലാവരും തന്നെ ഒരു കുടുംബം പോലെ ജോലി ചെയ്യുന്നു എന്നതും പത്മാവതി മെഡിക്കൽ ഫൗണ്ടേഷന്റെ മാത്രം പ്രത്യേകതയാണ്. Cardiac Emergency Care Unit, fully equipped cardiac mobile ambulance, 24 hours cardiac laboratory, blood bank, digital cath lab, non-invasive cardiac laboratory, color Doppler, TMD, echo തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ കാർഡിയാക് ക്ലിനിക്, വെൽ equipped ആൻഡ് സെൻട്രലി എയർ കണ്ടീഷൻ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളും പത്മാവതിയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഡയാലിസിസ് യൂണിറ്റും ഇവിടെ പ്രവർത്തിക്കുന്നു.
കൊല്ലം ജില്ലയിലെ പ്രഥമ കാത്ത് ലാബ് പത്മാവതി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ആണ് ആരംഭിച്ചത്. ഏകദേശം 1000-ലേറെ ഹാർട്ട് സർജറികളും 1600-ലേറെ ആൻജിയോപ്ലാസ്റ്റികളും 10 വർഷം പിന്നിടുമ്പോൾ പത്മാവതിയിൽ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഹാർട്ട് സർജറിയിൽ 98.9% വിജയമായിരുന്നു എന്നതും പത്മാവതിയുടെ മാത്രം സവിശേഷതയാണ്. അതിനൂതന സാങ്കേതിക വിദ്യയായ റേഡിയൽ ആൻജിയോപ്ലാസ്റ്റി ഉപയോഗിക്കുന്നതിനാൽ തികച്ചും സുരക്ഷിതവും സങ്കീർണതകൾ ഒട്ടുമില്ലാത്തതും താരതമ്യേന ചെലവ് കുറവുമായ ചികിത്സ രോഗിക്ക് ലഭ്യമാക്കുകയും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചികിത്സ കഴിഞ്ഞ് തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവാൻ രോഗിക്ക് കഴിയുകയും ചെയ്യുന്നു. കാർഡിയാക് വിഭാഗത്തെ കൂടാതെ അനസ്തേഷ്യോളജി, ഡെന്റിസ്ട്രി, ഡെർമറ്റോളജി ആൻഡ് കോസ്മെറ്റോളജി, എമർജൻസി മെഡിസിൻ, ENT, ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറി, ഗൈനക്കോളജി ആൻഡ് ഒബ്സ്റ്ററ്റിക്സ്, ന്യൂറോളജി, ഓപ്തൽമോളജി, നെഫ്രോളജി, പീഡിയാട്രിക്സ്, ഫിസിയോതെറാപ്പി, യൂറോളജി തുടങ്ങിയ നിരവധി സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ്. 50 കിലോവാട്ട്സ് കപ്പാസിറ്റിയിൽ തെക്കൻ കേരളത്തിലെ ആദ്യത്തെ സോളാർ പവർ ഗ്രിഡ് പ്രോജക്ട് യൂണിറ്റ് പത്മാവതി മെഡിക്കൽ ഫൗണ്ടേഷനിലാണ്. എൻ്റെ അമ്മ 55-ാമത്തെ വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചതാണ്. ആ മരണം സംഭവിക്കാൻ കാരണം നമുക്ക് ഒരു ടെർഷ്യറി കെയർ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റാഞ്ഞതാണ്. അപ്പോൾ അതിൽ നിന്ന് ഉടലെടുത്തതാണ് ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ ഒരു ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽ തുടങ്ങണമെന്നും. പിന്നെ അങ്ങനെ ഞാനും ഡോക്ടർ സുമിത്രനും പിന്നെ എൻ്റെ ഫാദർ മിസ്റ്റർ KG പുരുഷോത്തമൻ ഫൗണ്ടർ ചെയർമാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സപ്പോർട്ടിൽ നമ്മൾ 2006 തുടങ്ങിയതാണ് പത്മാവതി മെഡിക്കൽ ഫൗണ്ടേഷൻ. പീഡിയാട്രിക് വിഭാഗത്തിൽ കുട്ടികൾക്കായി പ്രത്യേകം കളിസ്ഥലവും ഇവിടെയുണ്ട്. ഹാവ് എ ഹാർട്ട് ടു ഗീവ് എ ലൈഫ് എന്ന സ്കീമിൽ ഉൾപ്പെടുത്തി സാധാരണക്കാരനും പാവപ്പെട്ടവർക്കും മിതമായ നിരക്കിലും പൂർണ്ണമായി സൗജന്യമായുള്ള ചികിത്സ നിരവധി സന്നദ്ധ സംഘടനകൾ വഴി ഇവിടെ നടപ്പിലാക്കി വരുന്നു. പത്മാവതി മെഡിക്കൽ ഫൗണ്ടേഷൻ 10ാം വയസ്സിലേക്ക് കടക്കുമ്പോൾ 4 ലക്ഷത്തിലധികം രോഗികളെ പരിചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആരോഗ്യ പരിരക്ഷാ രംഗത്ത് പത്മാവതി 10 വർഷങ്ങൾ പിന്നിടുമ്പോൾ സത്യൻ മെമ്മോറിയൽ തെറാപ്യൂട്ടിക് അവാർഡ്, ഗ്ലോബൽ സൊസൈറ്റി ഫോർ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷണൽ ഗ്രോത്തിൽ നിന്നും ചികിത്സക് രത്തൻ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ പത്മാവതി മെഡിക്കൽ ഫൗണ്ടേഷൻ കരസ്ഥമാക്കി. ഒരു ഗ്രാമപ്രദേശത്തിലാണ് ഈ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നതെങ്കിലും റോഡ് മാർഗവും ട്രെയിൻ മാർഗവും വളരെ പെട്ടെന്ന് എത്തിച്ചേരുവാൻ സൗകര്യമുള്ള ഒരു പ്രദേശമാണ് ഇത്. Padmavati Medical Foundation, celebrating 10 years of dedicated healthcare.